ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ഓയിൽ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്തുകൊണ്ടുവന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടിരുന്നു. നമ്മൾ തുറന്നു നോക്കിയപ്പോൾ ഓയിലൊന്നും കറക്റ്റ് ഇടയ്ക്കൊന്നും മാറാത്ത വണ്ടിയാണ്. കാരണം ലോ കിലോമീറ്ററാണ്, അധികം ആ ഓയിൽ ഇതാണ് കാണുന്നത്. നമ്മൾ എൻജിൻ ഫ്ലഷ് ചെയ്തതിന് ശേഷം ഒന്ന് കാണിക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെർത്തിൻ്റെ ഒരു എൻജിൻ ഫ്ലഷാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് പഴയ ഓയിലിൽ ഒരു 5 to 8 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എൻജിൻ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഫ്ലഷ് ഒഴിക്കുകയാണ് നമ്മൾ. നമ്മുടെ സ്റ്റിക്കിൻ്റെ കഫ്സ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യ. ഫ്ലഷ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തൊന്ന് ഫ്ലഷ് ആവാൻ വേണ്ടി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ ഫ്ലഷ് ഒഴിച്ച് വണ്ടി ഒരു 8 to 10 മിനിറ്റ് വരെ അടിയിൽ നിർത്തി നമ്മൾ ഡ്രെയിൻ ചെയ്ത ഓയിലാണ്. നല്ല സ്ലഡ്ജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് ഒഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഷെല്ലിൻ്റെ 530 എഞ്ചിൻ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഒഴിച്ച് നമ്മളെന്തായാലും ഒരു 5000 കിലോമീറ്റർ 4000 കിലോമീറ്റർ ഇടയ്ക്ക് നമ്മളൊന്ന് റൺ ചെയ്തിട്ട് അത് ഡ്രെയിൻ ചെയ്ത് പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെയൊക്കെ ഡ്രെയിൻ ചെയ്ത് ഈ കണക്ക് നേരത്തെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് വണ്ടി എൻജിനൊന്ന് ഫുള്ളി ഒന്ന് ക്ലീൻ ആക്കുന്നത് നല്ലതായിരിക്കും. ഇത് തുടർന്ന് അങ്ങോട്ട് നമുക്ക് നോർമലി മാറാവുന്നതാണ്. വണ്ടി വേറെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഏതൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് നമ്മൾ വണ്ടി എടുത്തത്. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ റീടെസ്റ്റ് വരുന്നുണ്ട് വണ്ടി. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പെയിൻറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വണ്ടി ലോ കിലോമീറ്ററാണ്. ഒരു വയസ്സായ ഒരു ഭാര്യയുടെ ആയിരുന്നതാണ്. പുള്ളിക്ക് ഓയിൽ ഓടിയില്ലെങ്കിലും ഒരു വർഷത്തിലൊരിക്കലും ഓയിൽ മാറണമെന്നും കാര്യമൊന്നും അറിയത്തില്ല. പുള്ളി ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യും, ഓടും. അങ്ങനെ ഒരു പാർട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ വണ്ടി ഏകദേശം കുട്ടപ്പനായി കൊടുത്തിട്ട് നമ്മൾ പ്ലഗ്ഗെല്ലാം മാറി. പ്ലഗ്ഗെല്ലാം നല്ലൊരു ജീർണിച്ച അവസ്ഥയിലായിരുന്നു. പ്ലഗ് മാറുന്നത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലഗ്ഗെല്ലാം മേടിച്ചപ്പോഴേ ഉള്ള ഏകദേശം ഒരു 10, 12, 13 കൊല്ലം പഴക്കമുള്ള ഒരു പ്ലഗ്ഗായിരുന്നു നമുക്കതിൽ നിന്ന് കിട്ടിയത്. ഇതുവരെ മാറിയിട്ടില്ല. മിസ്സിങ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്.